ഉള്ള ബീഫെല്ലാം വാരി കഴിച്ചിട്ട് അലർജി നീ മരുന്നിന് ഞാൻ അവിടെ പോവാൻ. സിട്രസും മേടിച്ച് കഴിക്കാൻ പറയൂ കേട്ടോ. സിട്രസും മേടിച്ച് കഴിച്ചാ ചേട്ടാ മാറും. നീ എപ്പോ എത്തി ബാംഗ്ലൂരിന്ന്? ഇന്ന് രാവിലെ. എങ്ങനെ പോണു നഴ്സിംഗ് ജീവിതമൊക്കെ? അവിടെ ആസ് യൂഷ്വൽ ട്രെയിനിങ് ക്ലാസ് അതൊക്കെ തന്നെ. പിന്നെ വിളിച്ചു കേട്ടാ എന്നാ ഇവിടെ നമുക്ക് ചായ പിടിക്കാൻ പോകുമ്പോ വിത്ത് പ്ലഷർ. അതവന് തെറ്റിപ്പോയി. അച്ഛനായിരുന്നു പ്രഷർ, എനിക്കല്ല. ഹോമിയോപ്പതി, അലോപ്പതി, ടെലിപ്പതി അങ്ങനെ എന്താ ചുണ്ടുന്നത്? 2 ദിവസം മുമ്പ് വീണേന് ഇതുവരെ മുറിവ് ഉണങ്ങിയില്ല. നീ കമ്മ്യൂണിസ്റ്റ് വെച്ചായിരുന്നു തേച്ചായിരുന്നു. കടിക്കണമെങ്കിൽ നീ പെറ്റാടി മേടിച്ചു കേട്ടോ. അതെനിക്കറിയാം. അതിലും കടിക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം കേട്ടോ. അതെനിക്കറിയാം. അതിലും കടിക്കണമെങ്കിൽ ചിലപ്പോ ചത്തൊക്കെ പോകും. അതും എനിക്കറിയാം. പറ്റില്ല, അളവിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇൻസുലിൻ 1.24. നമ്മളോട് എങ്ങനെയാണെന്ന പയ്യനാണല്ലോ. എനിക്കൊരു വയ്യായ കണക്ക് പനിയാണെന്ന് അറിയാൻ വയ്യ. പാരസെറ്റമോൾ കഴിച്ചാൽ മതി. അതറിയാലോ. അതിലും കൂടെയാണെങ്കിൽ ഡോളോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതിലും കൂടെയാണെങ്കിൽ ആവി പിടിക്കണം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. നഴ്സിൽ നീ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ അവിടെ ഈ വണ്ടിയിൽ ആൾക്കാരെ തള്ളിക്കൊണ്ട് ആശുപത്രി കയറ്റും, വെള്ള കോട്ടിട്ട് കിടക്കും. കഴിച്ചൊരു സാധനം ഇവിടെ അതിട്ടേ മനുഷ്യന്റെ ഹൃദയെടുപ്പ് കാണാ. ഗതസ്കോപ്പ് എന്നാണ് പറയുന്നത്. എന്നിട്ട് വേറെ പിന്നെ 108 വിളിച്ച ആംബുലൻസ് വരും. പിന്നെ വലിയ എന്തെങ്കിലും അസുഖമാണെങ്കിൽ ICU എന്ന് പറഞ്ഞ സ്ഥലത്തോട്. ഭയങ്കര തണുപ്പാണ് അവിടെ. തണുപ്പടിച്ചാണ് അസുഖം മാറുന്നത് അവിടെ. ചെറിയ ചായ ഇരിക്കുന്ന. മനസ്സിലായി. വീട്ടിൽ പറഞ്ഞടാ. അത്തെ പറഞ്ഞ എനിക്കൊരു മാങ്ങാണ്ടി അറിഞ്ഞൂടാ. ഞാൻ ക്ലാസ്സിലേക്ക് കയറിയിട്ട് വർഷങ്ങളായി. പോടാ. എനിക്കൊരു വട്ടച്ചൊറി വേണ്ടടാ. എന്റെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എന്നാ വട്ടച്ചൊറി ഇപ്പൊ ചതുരച്ചൊറിയാക്കി തന്നെ അവൻ. ആരടുത്ത് പറയാം? നേഴ്സന്മാരെ ബഹുമാനിക്കാൻ പിടിയോ?